എത്തിയിരിക്കുന്നത് മാമോത്ത് നോർത്ത് സൈഡിലാണ്. നമ്മള് എവിടെയാ, വയോമിയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അവിടുത്തെ ലാസ്റ്റ് ഒരു അട്രാക്ഷൻ ആണ് നമ്മുടെ മാമോത്ത് ഹോട്ട് സ്പ്രിംഗ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ വരുന്നത്. ഇത് നമുക്ക് കാണാം, ഒരു വൈറ്റ് കളറിലെ ഒരു ചെറിയ മൗണ്ടൻസ് ഇരിക്കുന്നുണ്ടോ, അതാണ് മാമോത്ത് ഹോട്ട് സ്പ്രിംഗ്. അപ്പൊ അതിന്റെ അടുത്തേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിക്കുന്നതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ജനിക്ക് എന്ത് തോന്നുന്നു? 2-3 ഹോട്ട് സ്പ്രിംഗ് കണ്ടു. കൂളാണ്. സ്നോ മൗണ്ടൻ മനസ്സിലായിട്ടിരിക്കുന്നു. നമുക്ക് അടുത്ത് പോയി കാണാൻ, അതിന്റെ ഭംഗി ആസ്വദിക്കാം. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ 3rd ഡേ അറ്റ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കാണ്. 3rd ഡേ ആയപ്പോൾ ഞങ്ങൾ മാമോത്ത് ഹോട്ട് സ്പ്രിംഗിലെത്തി. അത് നോർത്ത് എൻഡ് ആണ് യെല്ലോ സ്റ്റോണിന്റെ. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ ട്രാവൽ ചെയ്താൽ മൊണ്ടാനെ കയറാം. മാമോത്ത് ഹോട്ട് സ്പ്രിംഗിലെ കാഴ്ചകളാണ് കാണുന്നത്. മാമോത്ത് ഹോട്ട് സ്പ്രിംഗിലെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ കാണുന്ന റോക്ക്. അതിന്റെ പേരാണ് ലിബർട്ടി ക്യാപ്പ്. അതിന്റെ ഹൈറ്റ് 37 ഫീറ്റ് ഹൈറ്റ്. അത് ഒരു 100 ഇയേഴ്സ് കൊണ്ട് ഫോം ചെയ്ത ഒരു റോക്കാണ് അത്. അതിന്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ, ഹോട്ട് സ്പ്രിംഗിന്റെ ഇതുകൊണ്ട് പതുക്കെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ കൂടിയത് മുകളിലോട്ട് വന്ന് ഉണ്ടായിരിക്കണതാണ് ആ റോക്ക്. അത് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ്. ലോവർ ടെറസിൽ ഒരു മെയിൻ പോയിന്റ് പറയുന്നതാണ് ലിബർട്ടി ക്യാപ്പ് എന്ന് പറയുന്നത്. അത് 1871 അതിനെ പേരിട്ടത്. ഈ ഹോട്ട് സ്പ്രിംഗ് ഏരിയക്ക് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. കണ്ട ഒരു സൈഡ് ഓറഞ്ച് കാണുന്നതാണ് മെയിൻലി ബാക്ടീരിയയും ആൽക്കയും ഇതിന്റെ പ്രസൻസ് കൊണ്ടാണ് ആ കളർ വരുന്നത്. അപ്പുറത്തെ വൈറ്റ് കാണുന്നത് ഫുൾ ലൈം സ്റ്റോൺ തന്നെയാണ്. ഇത് പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന മാതിരിയാണ് ഇരിക്കുന്ന ആ ഏരിയയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ എടുത്തു. പക്ഷെ മഴ പെയ്തു തുടങ്ങിയ കാരണം ഞങ്ങൾക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല ആ ഏരിയയിലൊന്നും. മാമോത്ത് ഹോട്ട് സ്പ്രിംഗിൽ അപ്പൊ ലോവർ ടെറസും അപ്പർ ടെറസും ഉള്ളത്. അപ്പൊ ലോവർ ടെറസിന്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത്, ഈ ലൈം സ്റ്റോൺസ് ഒക്കെ. അപ്പൊ ഇവിടെ ഒരു അസിഡിക് സൊല്യൂഷൻ ആണ്, എപ്പോഴും ഇത് ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് അത്. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ ഇതാണ് ഫോർമേഷൻ ആണ്. കാൽസ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ് ചെയ്താണ് ഈ വൈറ്റ് കളറിലിരിക്കുന്നത്. ഇതാണ് ഇത് കുറെ വർഷങ്ങളായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഓരോ പ്രാവശ്യം ഇത് മാറിക്കൊണ്ടിരിക്കും. ഇത് ആക്റ്റീവ് ആവുന്നതനുസരിച്ച് പല കളറിൽ ചേഞ്ചസും വരുന്നുണ്ട് ഇതിന്. അവിടെ കാണുന്ന റോക്കിനെ പറ്റിയാണ് നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചത്. പിന്നെ നമുക്ക് ഇവിടെ സ്ട്രീറ്റിലൊക്കെ കുറെ കൗ എൽക്കിനെ കാണാൻ പറ്റും. ഇങ്ങനെ കൂട്ടായിട്ടായി 2-3 നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയൊന്നുമില്ല നമ്മളെ കാണുമ്പോഴൊന്നും. ഇങ്ങനെ ചുമ്മാ ഓരോ വീടിന്റെ ഒരു ബിൽഡിങ്ങിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ 3 നിൽക്കാനുണ്ട്. ഇപ്പൊ നമ്മള് അപ്പർ ടെറസിലേക്കാണ് എത്തിക്കണത്. അപ്പൊ അതൊരു 30 മിനിറ്റ്സ് ഒരു ഷോർട്ട് ഡ്രൈവ് ആണത്. നമുക്ക് ചില സ്ഥലങ്ങൾക്ക് അപ്പർ സ്പോട്ട് ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റിയ ട്രെയിൽസ് ഉണ്ട്. അപ്പൊ നമ്മള് അപ്പർ ടെറസിന്റെ ട്രെയിലിൽ കൂടെയാണ് നടന്ന് കാണുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പിൽ ആ മൗണ്ടന്റെ മുകളിലത്തെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മോസ്റ്റ്ലി ലൈം സ്റ്റോൺസ് ആണ്. ചില സ്ഥലത്ത് മാത്രമാണ് ഒരു ഇച്ചിരി ഓറഞ്ച് ഇത് കാണുന്നുള്ളൂ. അല്ലാതെ മോസ്റ്റ്ലി നമ്മൾ വൈറ്റ് തന്നെയാണ് കാണുന്നത്. ഇത് ഇച്ചിരി ഡ്രൈ ഭാഗങ്ങളാണ്, അത്ര ആക്റ്റീവ് അല്ല. കുറച്ചുകൂടി എനിക്ക് കാണുന്നത് ഇച്ചിരി ആക്റ്റീവാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും, അവിടെ നിന്ന് ചെറിയ സ്മോക്ക് മാറി വരുന്നതൊക്കെ. ആ ഏരിയ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ പ്രകൃതിയുടെ ഒരു നാച്ചുറൽ എന്നാ പറയാ, ഫിലോമിന എന്ന് പറയുന്നില്ല, അതുമാതിരത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നത് നമ്മള്. ഇപ്പൊ നമ്മുടെ യെല്ലോ സ്റ്റോൺ പാർക്കില് നമ്മുടെ 3 ഡേയ്സ് അങ്ങനെ കഴിയാണ്. പക്ഷെ നമുക്ക് 3 ഡേയ്സും എല്ലാ ദിവസവും പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എൻ്റെ ഡിഫറെന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നേ. അപ്പൊ നമ്മള് യെല്ലോ സ്റ്റോൺ പാർക്കിനോട് വിട പറഞ്ഞ് ഇവിടുന്ന് ഞങ്ങൾ പോവാണ്.